ഏതെങ്കിലും അച്ഛനമ്മമാർ, അച്ഛന് പ്രത്യേകിച്ച് ഒരു പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന, കുട്ടികളോട് ഭയങ്കരമായി ദേഷ്യം പിടിക്കുന്ന ഒരു സ്വഭാവമുണ്ട്, അയാൾക്കത് ജെന്യൂൻലി മാറ്റണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അവർ ചൊല്ലേണ്ട മന്ത്രമാണ് ഞാനിപ്പോൾ പഠിപ്പിക്കുന്നത്. ഓം സനഃ പിതേവ സൂനവേഗ്നേ സൂപായനോ ഭവ. ഇത് ഋഗ്വേദത്തിലെ 1-ാമത്തെ മണ്ഡലത്തിൽ 1-ാമത്തെ സൂക്തത്തിൽ 9-ാമതായി വരുന്ന സൂക്തം. അതായത് അഗ്നിമീളേ പുരോഹിതം എന്ന് തുടങ്ങുന്ന ആ മന്ത്രത്തിൽ 9-ാമത്തെ സൂക്തത്തിൽ 9-ാമത്തെ മന്ത്രമാണ്. അപ്പോൾ ഇവിടെ ഇത് ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. ഇത് എങ്ങനെ ചൊല്ലണം എന്നതിനെക്കുറിച്ചുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഓംകാരം വളരെ പരമാവധി നല്ല രീതിയിൽ ചൊല്ലണം. അതായത് ഞാൻ പറഞ്ഞ രീതിയിൽ ചൊല്ലണം. ഓം സനഃ പിതേവ സൂനവേഗ്നേ സൂപായനോ ഭവ. എന്താണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം? അതും കൂടി ഈ മന്ത്രം ചൊല്ലുമ്പോൾ നമ്മൾ ഉപയോഗിക്കണം. ഈശ്വരൻ നമുക്ക് മക്കൾക്ക് അച്ഛൻ എന്ന വണ്ണം, ഈശ്വരൻ നമ്മളെ മാതൃക, റോൾ മോഡൽ ഓഫ് എവ്രി ഫാദർ ഈസ് ഗോഡ്. ദ റോൾ മോഡൽ ഓഫ് all fathers is nothing but God. ഭഗവാനാണ് മാതൃക. ഈശ്വരൻ, അദ്ദേഹം ഒരു പ്രയാസവും ഇല്ലാണ്ട് അദ്ദേഹത്തിൻ്റെ അറിവും വസ്തുക്കളും ഒക്കെ നമുക്ക് ഒരച്ഛനെ പോലെ എളുപ്പത്തിൽ സമീപിക്കാൻ സാധിക്കുന്നവനായിട്ട് എല്ലാം തന്നിട്ടുണ്ട്. നമുക്ക് ഭഗവാനോട് പറയാൻ ഒരു പ്രയാസമില്ലല്ലോ. അതുപോലെ ഞാനുമായി തീരട്ടെ എന്നാണ് പ്രാർത്ഥന. അപ്പോൾ ഈശ്വരൻ അറിവ് തന്നു, നമ്മൾ കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കും. അച്ഛനമ്മമാർ കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കും. മോനെ അതങ്ങനെയാണ്, മോനെ ഇതിങ്ങനെയാണ്, മോളെ അതിങ്ങനെയാണ്, മോളെ ഇതിങ്ങനെ ചെയ്യണം, അപ്പോൾ ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത് എന്ന് പഠിപ്പിക്കണമല്ലോ കുട്ടികളെ. അപ്പോൾ ഒരു കുട്ടി ഒരു മിസ്ചീഫ് ചെയ്യുന്ന സമയത്ത്, ഒരു വികൃതി കാണിക്കുമ്പോൾ, ഒരു ബാലിശമായ വികൃതിയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അതല്ലാതെ വരുന്ന സമയത്ത് ഒരു വലിയ തെറ്റായ ഒരു മാതൃകയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ എപ്പോഴാണോ കറക്റ്റ് ചെയ്യേണ്ടത്, ദെയർ യു ഹാവ് ടു കറക്റ്റ് ദം. അപ്പോൾ നമ്മളത് കറക്റ്റ് ചെയ്യണം. അങ്ങനെ കറക്റ്റ് ചെയ്യാതിരിക്കുന്ന സമയത്ത് ആ കുട്ടി വഷളായി വരും. കാരണം വെച്ചാൽ ഓരോ കാലത്തും കറക്റ്റ് ചെയ്യേണ്ട സമയത്ത് കറക്ഷന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടില്ലെങ്കിൽ വളർന്നു വലുതാവുന്ന സമയത്ത് വി കനോട്ട് കൺട്രോൾ അറ്റ് വൺസ്. ഓൾ ഓഫ് എ സഡൻ യു കനോട്ട് കൺട്രോൾ എ മാൻ. പെട്ടെന്ന് ഒരാളെ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ ദാറ്റ് വിൽ ബി എ ഡിസാസ്റ്റർ. അതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. കുട്ടിക്കാലത്ത് ലാളിച്ച് വഷളാക്കുകയും വളരുന്ന സമയത്ത് അനാവശ്യമായ നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ചിലപ്പോൾ ആവശ്യമുള്ളതായിരിക്കും, അത് കൊണ്ടുവരാൻ ശ്രമിക്കും. പക്ഷെ അതുവരെ വളർന്ന രീതി അനുസരിച്ച് ദാറ്റ് വിൽ ബി എ ഡിസാസ്റ്റർ. അതൊരു വലിയ ദുരന്തത്തിൽ കലാശിക്കുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നമുക്ക് ഭഗവാനെ സമീപിക്കാൻ നമുക്ക് ഭക്തന്മാർക്ക് കഴിയുന്നത് പോലെ, ഭക്തവത്സലനാണല്ലോ ഭഗവാൻ. അപ്പോൾ ഭഗവാനോട് നമുക്കെല്ലാം പറയാം. അതുപോലെ ഒരു ഭക്തൻ എങ്ങനെയാണോ ഈശ്വരനെ സമീപിക്കാൻ കഴിയുന്നത്, അതുപോലെ മക്കൾക്ക് അച്ഛനെ പ്രാപിക്കാൻ കഴിയണം. ഈശ്വരൻ അച്ഛനെ പോലെ എളുപ്പത്തിൽ സമീപിക്കാൻ സാധിക്കുന്നവനാകണം എന്നുള്ള ഈ മന്ത്രത്തിൽ നിന്ന് ഒരച്ഛൻ എങ്ങനെ ആയിരിക്കണം എന്നതിൻ്റെ ഉചിതമായ സൂചന കൂടിയാണ് നൽകുന്നത്. ഉചിതമായ സൂചന. ഇതിൽ കൂടുതൽ ഉചിതമായൊരു സൂചന നൽകേണ്ട ആവശ്യമില്ല. അച്ഛൻ ആരായിരിക്കണം എന്നാണ് പറയുന്നത്? സൂപായനൻ. സൂപായനൻ. ആരാണ് ഈ സൂപായനൻ? സൂ കൂട്ടണം, ഉപാ കൂട്ടണം, അയനൻ എന്നാണ് ഈ വാക്കിനെ നമുക്ക് പിരിക്കാൻ പറ്റുക. എങ്ങനെയാണ്? സൂ കൂട്ടണം, ഉപാ കൂട്ടണം, അയനൻ. സു എന്ന് പറഞ്ഞാൽ എന്താ? നല്ല രീതിയിൽ അല്ലേ? സുവാർത്ത, നല്ല വാർത്ത. സുബ്രഹ്മണ്യൻ. സു നല്ലത് എന്നുള്ള അർത്ഥത്തിലാണ്. സുഖം, സുഖം, ഖം ബ്രഹ്മ, സുഖം. ഇപ്പോൾ സു എന്നാൽ അതിനർത്ഥം നല്ല രീതി. ഉപ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ്? അടുത്ത് എന്നർത്ഥം. അയനൻ, പ്രാപിക്കാൻ കഴിയുന്നവൻ. അപ്പോൾ നല്ല രീതിയിൽ അടുത്ത് പ്രാപിക്കാൻ സാധിക്കുന്നവനാരോ അദ്ദേഹമാണ് സൂപായനൻ.
അപ്പോൾ സൂപായനൻ ആരാണ്? നല്ല രീതിയിൽ അടുത്ത് ചെന്ന് പ്രാപിക്കാൻ, അടുത്ത് ചെന്ന് അദ്ദേഹത്തോട് സംസാരിക്കാൻ, ഇടപെടാൻ കഴിയുന്ന രീതിയിലുള്ള ആളായിരിക്കണം സൂപായനൻ. ഒരച്ഛൻ സൂപായനനായിരിക്കണം. അപ്പോൾ അദ്ദേഹത്തിന് എല്ലാ അറിവും കൊടുക്കണം. അദ്ദേഹം മകന്, മകൾക്ക് അല്ലെ കുട്ടികൾക്ക് എല്ലാ അറിവും പകർന്നു കൊടുക്കണം, നല്ല രീതിയിൽ വളർത്തണം. വേദത്തിൽ പറയുന്ന ഈ ഒരു പാരൻറ്റിങ് രീതിയാണ് ഇന്ന് മോഡേൺ സൈക്കോളജി മുന്നോട്ട് വച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ദ മോസ്റ്റ് മോഡേൺ പാരൻറ്റിങ് സൈക്കോളജി is also imitating the same thing. Brought to you by Kerala AIDS Control Society. HIV AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ, HIV സ്റ്റാറ്റസോ. HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്തു തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.